ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഉത്തരാഖണ്ഡിൻ്റെ ഒരു മോർണിംഗ് ടൈമിലുള്ള ഒരു കാലാവസ്ഥ. ആ സമയത്ത് എങ്ങനെയാണ് ഉത്തരാഖണ്ഡ് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു 7 മണിക്കാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വാക്കിംഗ് വരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ ഈ ബ്രിഡ്ജിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. അപ്പോൾ ആ സമയത്ത് വിചാരിച്ചതാണ് നിങ്ങളെയും ഈ ബ്രിഡ്ജ് ഒന്ന് കാണിക്കണമെന്ന്. ഇതാണ് തേക്ല ബ്രിഡ്ജ്. തേക്ല ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴേക്കും പണ്ട് കാലത്തിൽ 2 മലകളെ തമ്മിൽ യോജിച്ചാണ് ഇവിടെയുള്ള എല്ലാ ബ്രിഡ്ജുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതുപോലെ പല ബ്രിഡ്ജുകളും ഇവിടെ ഉണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഗംഗാനദി തന്നെയാണ് മെയിനായിട്ടുള്ളത് പറയാനുള്ളത്. എവിടെ നോക്കിയാലും ഗംഗാനദി മാത്രമേ ഉള്ളൂ. എല്ലാ മലകളുടെ ഇടയിൽ കൂടെ ഒഴുകുന്നതും ഗംഗാനദി തന്നെയാണ്. ഗംഗാനദിയിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. സമ്മർ സീസൺ ആകുമ്പോൾ വെള്ളം കുറയും. അല്ലാത്ത സമയത്ത് ഗംഗ നിറഞ്ഞൊഴുകാറുണ്ട്. ഇപ്പോൾ ഗംഗാനദിയിൽ വെള്ളം കുറവാണ്. ഈ ഗംഗാനദിയുടെ ഇടയിലൂടെയുള്ള ആ മലനിരകളെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആ സൂര്യൻ്റെ കിരണങ്ങൾ അടിച്ച് തിളങ്ങി നിൽക്കുന്ന മലകളെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് കാണാൻ പറ്റുന്നതിലും വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണത്. പിന്നെ പറയുകയാണെങ്കിൽ മലകളും കുന്നുകളും നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും ആ പച്ചപ്പ് നമുക്ക് കാണാൻ കഴിയും. മരങ്ങൾ, നമ്മുടെ ദേവദാരു കൊണ്ട് നിറഞ്ഞ മലകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു കുളിർമയാണ്. ഗംഗയിലെ ജലം വളരെ കുറവായതുകൊണ്ട് തന്നെ ജനങ്ങളും കുറവാണ് ഇവിടെ, തീർത്ഥാടകർ. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് കുതിരകളാണ്. ഇവിടെ മെയിനായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഈ കുതിരകൾ. കുതിരകളും കുരങ്ങുകളുമാണ് ഇവിടെ കൂടുതൽ കാണപ്പെടുന്ന മൃഗങ്ങൾ. ഇവർ കുതിരകളെ യൂസ് ചെയ്യുന്നത് ചുമടെടുക്കുന്നതിന് വേണ്ടിയാണ്. മണലും കല്ലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുവാനാണ് കുതിരകളെ ഇവിടെയുള്ള ജനങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ റോഡിലൂടെയെല്ലാം കുതിരയുടെ പുറത്താണ് സാധനങ്ങൾ വെച്ച് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അവരെത്തിക്കാറുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മൃഗങ്ങളൊന്നും കാണാറില്ല. ഇതാണ് കുതിരയും കുരങ്ങുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഈ യെല്ലോ കളറിലുള്ള ഫ്ലവർ, ഇതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഈ സമയത്താണിത് പൂവിട്ടത്. ഇതിനു മുമ്പ് ഞങ്ങളിത് പൂവിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെ പേര് സിൽക്കി യോക്ക് എന്നാണ്. ഇത് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കാണുമ്പോൾ തോന്നും യെല്ലോ കളറിലുള്ളത് ലീഫാണെന്ന്, പക്ഷെ അത് ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോം സ്റ്റേസ്. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ തീർത്ഥാടകർ, ഇപ്പോൾ ഈ സമ്മർ സീസണിലാണ് തീർത്ഥാടകർ ഇപ്പോൾ ഒരുപാട് വരാറുള്ളത്. അവർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഹോം സ്റ്റേകളെല്ലാം. പല സ്ഥലത്തു നിന്നും പല ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഒരുപാട് ജനങ്ങൾ വരാറുണ്ട്. അതിനു വേണ്ടി അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഹോം സ്റ്റേസ്. ഇതുപോലെ ഒരുപാട് ഹോം സ്റ്റേസുകളുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ചെറിയ ഷെഡുകൾ കാണുന്നില്ല. ഇതാണ് ഇവിടെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവർ ഇവിടെ ജോലിക്ക് വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അവർ ഇവിടെ ഒരു 6 മാസം താമസിച്ചിട്ട് അവർ ജോലിയെല്ലാം പൂർത്തിയാകുമ്പോൾ അവർ സ്ഥലത്ത് പോകും. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർ നേപ്പാളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ഈ കാണുന്നതാണ് നേരത്തെ എപ്പോഴോ ഒരു സ്ലൈഡ് വന്ന് പോയ സ്ഥലമാണിത്. സ്ലൈഡ് വന്നപ്പോൾ തന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ റോഡിലോട്ട് വന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്ത് കുറേ പാറകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാറകളെല്ലാം പൊട്ടിച്ച് അവർ അതിനെല്ലാം നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത്, ഈ റെഡ് കളറിൽ കാണുന്ന ഫ്ലവർ ഇവിടുത്തെ ലോക്കൽ സബ്ജി എന്നാണ് അവർ പറഞ്ഞത്, ഇവിടുത്തെ ആൾക്കാർ. ഇത് അവർ
പാചകം ചെയ്ത് കഴിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പറയാനുള്ളത് ഉത്തരാഖണ്ഡിലെ ഈ പാറക്കൂട്ടങ്ങൾ എവിടെ നോക്കിയാലും പാറകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്ത് സ്ലൈഡ് വന്ന് കല്ലും മണ്ണും ഒക്കെ വീണിട്ട് ഒരുപാട് സ്ഥലത്ത് സ്ലൈഡ് വന്ന സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. പാറകളുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മലകളെ തമ്മിൽ യോജിപ്പിച്ച് ബ്രിഡ്ജ് ഉണ്ടാക്കിയതുപോലെ പാറകളെ തുരന്നാണ് അവർ റോഡുകളും നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വളരെ നമ്മളെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെയുള്ള യാത്രയെല്ലാം. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് മാതളമാണ്. മാതളം, ഓറഞ്ച്, നാരങ്ങ. ഇതിപ്പോൾ ഓറഞ്ചാണ്, പൂവിട്ടിട്ടില്ല. ഇനിയാണ് അത് കായ്ക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റെഡ് റോസാണ്. ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് റോസാണ്, റെഡ് റോസ്. നമുക്ക് കാണാൻ പറ്റും എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഈ സമയത്ത് ഒരുപാട് പൂത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ റെഡ് റോസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.